ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരേ മാവ് ഉപയോഗിച്ചിട്ട് രണ്ട് വ്യത്യസ്ത രീതിയിൽ ഡോനറ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് 2 ടീസ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുള്ള പാല് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പാല് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഇത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഴക്കുന്ന മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അങ്ങനെ അത് നല്ല പോലെ തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തതും അതിലേക്ക് വിപ്പിംഗ് ക്രീം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താലും മതി. അങ്ങനെ 3 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ ഡബിളായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് കുഴച്ച് എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊരു 2 ബോളായിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ നീട്ടി പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു ന്യൂസിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് പരത്തുമ്പോൾ അധികം തിന്നാവാനും പാടില്ല, അതുപോലെ തന്നെ നല്ല കട്ടിയിലും പരത്താൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മിനി ഡോനറ്റായിട്ട് കിട്ടും. ഇനി ഇതിലും വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു ഷേപ്പുള്ള അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരു മറ്റേ അടുത്ത മാവ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഡോനറ്റ് ഉണ്ടല്ലോ ആ വലിപ്പത്തിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കുഴിയാക്കിയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം പാടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഉണ്ടാക്കിയ മിനി ഡോനറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഡോനറ്റ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് പൊന്തി വരും കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഡോനറ്റ് നമുക്കിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചെറിയ ഡോനറ്റുകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ആക്കി കൊടുക്കണം. അതിനായിട്ടൊരു പപ്പടക്കോലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഹോളിട്ട് കൊടുക്കാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉള്ളിൽ ചോക്ലേറ്റ് ആയി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. പിന്നീട് വലിപ്പമുള്ള ഡോനറ്റ് നമുക്ക് ഇതുപോലെ ചോക്ലേറ്റിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മേൽഭാഗത്ത് ചോക്ലേറ്റ് ഇതുപോലെ കവറാക്കി കിട്ടും. ഇനി ഡെക്കറേഷനായിട്ട് ഇതിലേക്ക് ഷുഗർ ബോൾസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഡോനറ്റ് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ചോക്ലേറ്റൊക്കെ മേൽഭാഗത്ത് നല്ലപോലെ തന്നെ സെറ്റായി കിട്ടും കേട്ടോ. ഇനി മിനി ഡോനറ്റിൽ നിന്നും ഒന്ന് നമ്മൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഫില്ലിങ്ങൊക്കെ നല്ലപോലെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡോനറ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്.
അങ്ങനെ അത് വലിയ ഡോനറ്റൊക്കെ ചോക്ലേറ്റൊക്കെ അത് സെറ്റായിട്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.